ഇരുമുടികൾ സന്ദർശിച്ചതിന് ശേഷം നമ്മൾ പുറപ്പെടുന്നത് നേരെ പെർഫ്യൂം ഫാക്ടറിയിലേക്കാണ്. പെർഫ്യൂം ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം നമ്മൾ നേരെ പോകുന്നത് ഫറോവയുടെ ബോഡി അടക്കമുള്ള പൗരാണികമായ കാലഘട്ടങ്ങളിലെ ഈജിപ്തിൻ്റെ എല്ലാ ചരിത്രങ്ങളും ഉറങ്ങുന്ന മ്യൂസിയത്തിലേക്കാണ്. ഫിറഔനെ അവിടെ കാണാം. വർഷങ്ങൾക്ക് മുമ്പ് കടലിൽ മുങ്ങിയ ഫിറഔന്റെ ജഡം നമുക്ക് അവിടെ കാണാം. ഈജിപ്തിലെ പഴയകാല ഫറോവമാരുടെ മമ്മിയാക്കി സൂക്ഷിച്ച ജഡങ്ങളൊക്കെ അവിടെ ഉണ്ട്. റോയൽ മമ്മി മ്യൂസിയം എന്നുള്ളതിന് പറയാം. ഈ ഫിറോവിന്റെ ജഡം ചരിത്രം പറയുന്ന 1881 ആ ജഡം ചെങ്കടലിൽ നിന്ന് കിട്ടിയതാണ്. 1881 അപ്പൊ BC 1235 മുങ്ങിയത്. അതനുസരിച്ച് 3116 വർഷം വെള്ളത്തിൽ കിടന്നിട്ടുണ്ട്. അത്ര വർഷം വെള്ളത്തിൽ കിടന്നിട്ടും പിന്നെ അത് കിട്ടി. അള്ളാഹു പറഞ്ഞു, ഫല്യൂമൻ നജീകബി ബദനിക്കലി തകൂന ലിമൻ ഖൽഫക ആയ, നിന്റെ തടി ഞാൻ ഇവിടെ സൂക്ഷിക്കും, മറ്റുള്ളവർക്ക് നീ ഒരു ദൃഷ്ടാന്തമാക്കാൻ വേണ്ടി. അള്ളാഹുവിന്റെ നിയമങ്ങളെ ധിക്കരിച്ച ആളുകൾക്ക് ഒരു ദൃഷ്ടാന്തമാണ് ഇന്നും ഫിറോൻ. BC 1235 മുങ്ങിയത് എന്നാണ് കണക്കുകൊണ്ട് മനസ്സിലാവുന്നത്. സൂറത്ത് യൂനുസിലെ 92-ാമത്തെ ആയത്തിലുണ്ട്, വല്യോമൻ നജീകബി ബദനിക, നിന്നെ മുക്കിക്കൊല്ലുന്ന ഈ ദിവസം നിന്റെ ശരീരം ഞാനിവിടെ സൂക്ഷിക്കും. BC 1 മുതൽ 20 വരെ ഭരിച്ച രാജാക്കന്മാരുടെ മമ്മിയുണ്ട് അവിടെ. അതുപോലെ അവരുടെ ശവപ്പെട്ടികള്, അവരുടെ രാജ്ഞിമാരുടെ ശവശരീരങ്ങള്, 11 ഫറോവ മമ്മികളുണ്ട്. അമനോഫിസ് രാജന്റെ പത്നി, മക്കൾ, അവരൊക്കെ ഉണ്ട്. ഫറോവയടക്കമുള്ള മ്യൂസിയത്തിലേക്ക് കയറുന്നതിന് മുമ്പ് സ്കാനിങ് അടക്കമുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അകത്ത് പ്രവേശിച്ചു. നമ്മളിപ്പോഴുള്ളത് ഈജിപ്തിലെ പുതിയ മ്യൂസിയത്തിലാണ്. നോക്കൂ, ഈ മ്യൂസിയം 2022 ഉദ്ഘാടനം ചെയ്തത്. 2022 ഉദ്ഘാടനം ചെയ്ത ഈജിപ്ഷ്യൻ നാഷണൽ മ്യൂസിയമാണത്. നാഷണൽ മ്യൂസിയം ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ഇതിനു മുമ്പ് ഈജിപ്തിലെ പഴയ മ്യൂസിയത്തിലായിരുന്നു, ഓൾഡ് മ്യൂസിയത്തിലായിരുന്നു രാജാക്കന്മാരുടെ മമ്മികളൊക്കെ സൂക്ഷിച്ചിരുന്നത്. ഫിറഔന്റെ ജഡമടക്കമുള്ളത് ഇന്ന് ഇതിനകത്താണ്. എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു മ്യൂസിയമായി ഇതിനെ അവർ മാറ്റിയിരിക്കുന്നു. 2022 ഉദ്ഘാടനം ചെയ്ത മനോഹരമായ മ്യൂസിയത്തിന് മുമ്പിലാണ് അൽഹിജാസ് ഹോളിഡേയ്സിലെ നമ്മുടെ അംഗങ്ങളെല്ലാവരും ടിക്കറ്റ് എടുത്തുകൊണ്ട് ഇതിനകത്ത് പ്രവേശിക്കുമ്പോൾ വിസ്പർ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഉപകരണം ഘടിപ്പിക്കും. വിസ്പറിന്റെ പ്രത്യേകത, അത് ചെവിയിൽ വെച്ച് ഒരാൾ സംസാരിച്ചാൽ എല്ലാവർക്കും കേൾക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ബഹളമില്ലാതെ ആളുകൾക്ക് ശാന്തമായി അതിനകത്ത് എല്ലാം വിവരിച്ചു കൊടുക്കുവാനും കാണുവാനും കഴിയും. വിസ്പർ വാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ ഗൈഡ് പോയിരിക്കുകയാണ്. വിസ്പർ കൊണ്ടുവന്ന് എല്ലാവർക്കും ഘടിപ്പിച്ചു കൊടുത്ത ശേഷം ഇൻഷാ അല്ലാഹ് നമ്മൾ അകത്ത് പ്രവേശിച്ച് ഇവിടെയുള്ള ഈജിപ്ത്യൻ മ്യൂസിയത്തിലെ പ്രധാനപ്പെട്ട കാഴ്ചകളും ഇവിടുത്തെ ആൻഷ്യന്റ് ഹിസ്റ്ററി, പ്രാചീന ഈജിപ്തിന്റെ പഴയകാല ചരിത്ര ശേഷിപ്പുകളടക്കമുള്ള മുഴുവൻ സാമഗ്രികളും നമുക്കിവിടെ കാണാൻ പറ്റും. പഴയ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന അവരുടെ ഉപകരണങ്ങൾ, ആ കാലഘട്ടത്തിലെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന അന്നത്തെ തൊഴിലുപകരണങ്ങളും അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളിലും മറ്റും ഉപയോഗിച്ചിരുന്ന സാധന സാമഗ്രികളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഈജിപ്ഷ്യൻ റോയൽ മമ്മി മ്യൂസിയം എന്ന് വേണമെങ്കിൽ ഇതിന് പറയാൻ പറ്റും. നാഷണൽ മ്യൂസിയം ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എന്നാണ് ഇപ്പോൾ ഇതിന്റെ പേര്. ഇത് 2022 പുതുതായി ഉദ്ഘാടനം ചെയ്തത്. ഏലസ് പോലുള്ള സാധനങ്ങൾ, രക്ഷാബന്ധനം, ഇതാണ് അവർ മമ്മിഫൈ ചെയ്തിട്ട് മയ്യത്തുകൾ സൂക്ഷിക്കുന്ന പെട്ടി. കഫൻ എന്നതിന് പറയാം. കഫൻ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ മൃതശരീരങ്ങൾ സൂക്ഷിക്കുന്ന പെട്ടിയാണിത്. ഇതാ കഫൻ എന്നതിന് പറയാം. ശരീരത്തിൽ പറ്റുന്ന എണ്ണയും മറ്റൊക്കെ ദിമന്നെടുക്കുക, കേടുവരാതിരിക്കാൻ. ഇതാ മൃതശരീരം സൂക്ഷിക്കുന്ന ബോക്സ്. ഇതാ
ഇതാകണേ, അന്ന് രാജാവും രാജ്ഞിയൊക്കെ ഇരുന്നിരുന്ന പീഠാണത്. അന്നത്തെ വലിയ സംഭവമാണത്. ഇന്ന് ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൻ്റെ മുമ്പിൽ വെച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് നമ്മൾ നിർവഹിച്ചത്. അലിജാസ് ഹോളിഡേയ്സിലെ നമ്മുടെ ടൂർ അംഗങ്ങളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായ അഡ്വക്കേറ്റ് TPA നസീർ അദ്ദേഹം തയ്യാറാക്കിയ വളരെ മനഃശാസ്ത്രപരമായ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മമാണ് നിർവഹിച്ചത്. ഈ പ്രകാശന കർമ്മം ഇവിടെ വെച്ച് നിർവഹിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ നമുക്ക് വെളിച്ചം കാണിക്കുന്ന ഒരുപാട് നല്ല ഉപദേശങ്ങൾ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളും മറ്റും തരണം ചെയ്യാനുള്ള ഒരുപാട് നല്ല മാർഗരേഖകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം തയ്യാറാക്കിയ മനോഹരമായ ഒരു മനഃശാസ്ത്ര ഗ്രന്ഥമാണ്. ഒറ്റയിരുപ്പിൽ നമുക്ക് ഇരുന്ന് വായിക്കാനും ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും ജീവിതം സന്തോഷകരമാക്കുവാനും ഉപകരിക്കുന്ന ഒരു പഠന ഗവേഷണ ഗ്രന്ഥമാണ് അദ്ദേഹം തയ്യാറാക്കി ഇറക്കിയിട്ടുള്ളത്. അഡ്വക്കേറ്റ് TP നസീർ ഇത്തരമൊരു മനോഹരമായ സംഭാവന സമൂഹത്തിന് നൽകിയതിൽ നമ്മൾ വളരെ ചാരിതാർത്ഥ്യമുള്ളവരാണ്. അള്ളാഹു അതിൻ്റെ പ്രതിഫലം അദ്ദേഹത്തിന് നൽകട്ടെ. ഈ പുസ്തകം എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു. ഇനി ഉച്ചഭക്ഷണത്തിന് ശേഷമാണ് നമ്മുടെ ബാക്കി സന്ദർശനങ്ങളെല്ലാം തന്നെ.